ഷാറൂഖ് ഖാൻ നായകനായ സ്വദേശ് എന്ന ബോളിവുഡ് ചിത്രമാണ് സ്വന്തം നാടിനു വേണ്ടി പോരാടാൻ തനിക്ക് പ്രചോദനമായതെന്ന് കോക്രോച്ച് ജനതാ പാർട്ടി സ്ഥാപകൻ അഭിജിത്ത് ദീപ്കെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ എക്സിലൂടെയാണ് അദ്ദേഹത്തിന്റെ തുറന്നുപറച്ചിൽ. സ്വന്തം ഗ്രാമത്തിന് തിരികെ എന്തെങ്കിലും ചെയ്യണമെന്ന വലിയ ആഗ്രഹം തന്റെ ഉള്ളിൽ വിതച്ചത് ആ സിനിമയാണെന്ന് അഭിജിത്ത് ദീപ്കെ പറഞ്ഞു. അമേരിക്കയിലെ ജോലി ഉപേക്ഷിച്ച് നാട്ടിൽ തിരിച്ചെത്തി സ്വന്തം നാടിനായി സേവനം ചെയ്യാൻ അവസരം ലഭിച്ചതിലും അഭിജിത്ത് ദീപ്കെ സന്തോഷം പങ്കുവച്ചു. അഭിജിത്ത് ദീപ്കയ്ക്ക് ഇഷ്ടപ്പെട്ട സ്വദേശ് സിനിമ രാജ്യം വീണ്ടും ചർച്ച ചെയ്യുകയാണോ? കാണാം RD Extra. ഷാരൂഖ് ഖാൻ നായകനായ സ്വദേശ് സിനിമയാണ് അമേരിക്കയിൽ നിന്ന് തിരികെ ഇന്ത്യയിലെത്താനും സമൂഹത്തിനു വേണ്ടി പ്രവർത്തിക്കാനും തന്നെ പ്രാപ്തനാക്കിയതെന്നാണ് CJP സ്ഥാപകൻ അഭിജിത്ത് ദീപ്കെ കഴിഞ്ഞ ദിവസം പറഞ്ഞത്. സ്വദേശ് സിനിമ 100-ലധികം തവണ കണ്ടിട്ടുണ്ട്. ചിത്രത്തിലെ നായകൻ മോഹൻ ഒരു പാവപ്പെട്ട കുടുംബത്തിന്റെ ദുരിതങ്ങൾ കാണുന്നതും സ്കൂളിൽ പോകേണ്ട പ്രായത്തിൽ റെയിൽവേ സ്റ്റേഷനിൽ വെള്ളം വിൽക്കുന്ന കുട്ടിയുടെ രംഗവുമെല്ലാം ഏറെ സ്വാധീനിച്ചു. ആ രംഗം കാണുമ്പോഴെല്ലാം ഞാൻ കരഞ്ഞുവെന്നും അഭിജിത്ത് ദീപ്കെ എക്സിൽ എഴുതി. ചിത്രത്തിലെ നായകൻ ചരൺപൂർ ഗ്രാമത്തിനു വേണ്ടി ചെയ്തതുപോലെ എന്തെങ്കിലും സ്വന്തം ഗ്രാമത്തിനു വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്ന് ആഗ്രഹിച്ചിരുന്നതായും ദീപ്കെ കുറിച്ചു. വർഷങ്ങൾക്ക് ശേഷം അമേരിക്കയിൽ നിന്ന് തിരികെ തന്റെ ഗ്രാമത്തിലെത്തി സമാനമായ രീതിയിൽ പ്രവർത്തിക്കാനാകുമെന്ന് കരുതിയിരുന്നില്ല. സ്വാതന്ത്ര്യദിനത്തിൽ മഹാരാഷ്ട്രയിലെ ഹിങ്കോളി ജില്ലയിലുള്ള തന്റെ ഗ്രാമത്തിൽ സ്കൂൾ ടീ ഘരോ പദ്ധതിക്കും അഭിജിത്ത് ദീപ്കെ തുടക്കം കുറിച്ചു. സർക്കാർ സ്കൂളുകളിൽ കുടിവെള്ളം, ഇരിപ്പിടങ്ങൾ, ശുചിമുറികൾ തുടങ്ങിയ അടിസ്ഥാന സൗകര്യങ്ങൾ ലഭ്യമല്ലെന്നും ദീപ്കയുടെ വിമർശനം. RD Extra ന്യൂസ് മലയാളം. സ്വദേശി വീണ്ടും ചർച്ചയാകുകയാണോ എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. അല്ല, ഇതിനകത്ത് ഏറ്റവും വലിയ കൗതുകം സ്വദേശ് എന്നുള്ളത് മാത്രമല്ല, സിനിമകൾ ആളുകളെ ഏതെല്ലാം തരത്തിലാണ് സ്വാധീനിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട എൻ്റെ ഒരു ചിന്ത. ഇതിൽ അദ്ദേഹത്തിൻ്റെ ഇപ്പോൾ അഭിജിത്ത് ദീപ്കയുടെ ജീവിതത്തോട് ചേർത്ത് വയ്ക്കാൻ ഏറ്റവും എളുപ്പമുള്ള സിനിമയാണ് സ്വദേശ് എന്നുള്ളത് കൊണ്ടാണ്. നമ്മളും ഒന്നിലേറെ തവണ കണ്ട സിനിമയാണ്. ആളുകളെ വല്ലാതെ എന്താണ് ദേശസ്നേഹികളായി തന്നെ നിലനിർത്തുകയും ഈ രാജ്യത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്നുള്ള ചിന്തയിലേക്ക് ആളുകളെ കൊണ്ടുചെന്ന് എത്തിക്കുകയും ചെയ്യുന്ന ആ ഒരു സിനിമയാണ് സ്വദേശ് എന്നുള്ള സിനിമ. അപ്പോൾ അത് എല്ലാ രാഷ്ട്രീയ കക്ഷികളിലൊക്കെ പ്രവർത്തിക്കുന്ന ആളുകൾക്കും അതൊക്കെ പ്രചോദനമായിട്ടുണ്ടാകാം പലതരത്തിൽ. അങ്ങനെ തന്നെയാണ് പല ഘട്ടങ്ങളിലായി വിലയിരുത്തപ്പെടുന്നത്. ഇതുപോലെ തന്നെയാണ് 2006 രംഗ് ദേ ബസന്തി എന്നുള്ള സിനിമ ഇറങ്ങിയ സമയത്ത് അമീർ ഖാൻ്റെ സിനിമ ഇറങ്ങിയപ്പോൾ അതും ഇങ്ങനെയൊക്കെ വിലയിരുത്തപ്പെട്ടിരുന്നു. ആ സമയത്താണ് ഈ സമരങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് മെഴുകുതിരി കത്തിച്ചുകൊണ്ട് സമരങ്ങളിൽ ഏർപ്പെടുന്നതൊക്കെ അത് രംഗ് ദേ ബസന്തി എഫക്റ്റാണ് എന്നുള്ള വിലയിരുത്തലൊക്കെ ആ സമയത്തുണ്ടായിരുന്നു. അപ്പോൾ ആ രീതിയിലുള്ള സമരമാർഗങ്ങളും അല്ലെങ്കിൽ അത് സിനിമകൾ പ്രചോദനമാകുന്നത് ഇവിടെ ഇന്ത്യയിൽ സംഭവിച്ചിട്ടുള്ള ഒന്നാണ്. ഇതിങ്ങനെ പ്രചോദനമാകും, അതല്ലെങ്കിൽ അതിൻ്റെ എഫക്റ്റ് നമ്മൾ വിചാരിക്കുന്നതിനപ്പുറത്ത് വലുതായിട്ട് ആയിരിക്കും ചിലപ്പോൾ സംഭവിക്കുക എന്നുള്ളത് അറിയാവുന്നതുകൊണ്ടാണ് പ്രൊപ്പഗാൻഡ മൂവീസും ഇറങ്ങുന്നത്. ഇപ്പോൾ എന്താ വെച്ചാൽ പ്രൊപ്പഗാൻഡ മൂവീസ് എല്ലാവരും അവരവരുടേതായ രീതിയിലുള്ള പ്രൊപ്പഗാൻഡ മൂവീസ് കൊണ്ടുവരും. പക്ഷേ ഇപ്പോൾ ഭരണകൂടങ്ങൾ അവർക്ക് വേണ്ട താല്പര്യമുള്ള സിനിമകൾ കൊണ്ടുവരും. ഇപ്പോൾ കേരള സ്റ്റോറി പോലെയുള്ള സിനിമകൾ, അല്ലെങ്കിൽ കാശ്മീർ ഫയൽസ് പോലെയുള്ള സിനിമകൾ, ഇതൊക്കെ സ്വാഭാവികമായും സംഭവിക്കുന്നത് വെറുതെ അങ്ങ് സംഭവിക്കുന്നതല്ല, അതെല്ലാം ആസൂത്രിതമായി സംഭവിക്കുന്നത് തന്നെയാണ്. കാരണം ഇത് സ്വാധീനിക്കുന്നു ആളുകളെ എന്നതുകൊണ്ട്. കേരളത്തെക്കുറിച്ചുള്ള ഒരു പൊതുചിത്രം പലപ്പോഴും സാധാരണ ഇതിനെക്കുറിച്ചൊന്നും കൂടുതൽ ചർച്ച ചെയ്യാനോ പഠിക്കാനോ അന്വേഷിക്കാനോ താല്പര്യമില്ലാത്ത ആളുകൾക്കിടയിലേക്ക് എത്തിക്കപ്പെട്ടിട്ടുള്ളത് കേരള സ്റ്റോറിയിൽ കണ്ട കേരളം എന്ന 10-38,000 പേരെ IS-ലേക്ക് അയച്ച കേരളം എന്ന നിലയ്ക്കൊക്കെ തന്നെയായിരിക്കും. അപ്പോൾ അത് സ്വാധീനിക്കുന്നതിനപ്പുറത്ത് ഒരു മൂവ്മെൻറ്റിനെ എത്രത്തോളം ഇതൊക്കെ സ്വാധീനിക്കുന്നു. നെൽസൺ മണ്ടേല പോലും പറഞ്ഞിട്ടുണ്ട് ഇദ്ദേഹത്തെ സിനിമകൾ സ്വാധീനിച്ചു എന്നുള്ളത്, അദ്ദേഹത്തിൻ്റെ ഈ രാഷ്ട്രീയ പ്രവർത്തന രീതിയെ. അപ്പോൾ എല്ലാ കാലത്തും ഇപ്പം ഇദ്ദേഹത്തിൻ്റെ ജർമ്മനിയിൽ ഹിറ്റ്ലർക്ക് സമ്പൂർണ്ണ നിയന്ത്രണം ഹിറ്റ്ലർക്കായിരുന്നു സിനിമയ്ക്ക് മേൽ. ആഗ്രഹിക്കുന്ന സിനിമകൾ അവരുടെ പേടിയായിരുന്നു. അപ്പോൾ ആ രീതിയിലാണ് അവരെ അവതരിപ്പിച്ചത്. അപ്പുറത്ത് റഷ്യ ആണെങ്കിലും അതെ, കമ്മ്യൂണിസ്റ്റ് സോവിയറ്റ് യൂണിയൻ ആണെങ്കിലും അവർക്ക് താല്പര്യമുള്ള തരത്തിലുള്ള സിനിമകൾ, ഇപ്പോൾ ബാറ്റിൽഷിപ്പ് പൊട്ടൻബിംഗ് പോലെയുള്ള സിനിമകൾ അവിടെ നിന്നും വേറെ വന്നിട്ടുണ്ട്. ഇപ്പോൾ ലെനിനായാലും ലോകത്തെ ഏറ്റവും മഹത്തരമായ കല സിനിമയാണ് എന്ന് ലെനിൻ ആ കാലത്ത് പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായും ആ കഴിഞ്ഞ നൂറ്റാണ്ടിനെ മാറ്റിമറിച്ച കലയാണ് അത്.
തുടരുന്നു അടുത്ത നൂറ്റാണ്ടിലും എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഇത്തരം വലിയ പ്രക്ഷോഭങ്ങളുടെ തലത്തിലേക്ക് കാര്യങ്ങൾ എത്തുമ്പോഴും സിനിമ അതിൻ്റെ വലിയ വലിപ്പത്തിൽ തുടരുന്നു എന്നുള്ള മറ്റു പല സംഗതികളും വന്നു. AI വന്നു, അത് സോഷ്യൽ മീഡിയ വിപ്ലവം എന്നുള്ളതിലേക്ക് ഈ സമരങ്ങളെയൊക്കെ കാണുന്നു. അതെല്ലാം ഉള്ളപ്പോഴും പ്രചോദനം എന്നുള്ളത് അതിൻ്റെ ആണി വേര് ചെന്ന് തെരഞ്ഞു ചെല്ലുമ്പോൾ ഒരു സിനിമയാണ്, അല്ലെങ്കിൽ സിനിമ മുന്നോട്ട് വയ്ക്കുന്ന പ്രമേയമാണ് എന്നുള്ളത് കൗതുകകരമാണ്. തീർച്ചയായും ഞാനും അത് ആലോചിക്കുന്നത്. ഹർഷനേട്ടൻ പറഞ്ഞല്ലോ പ്രൊപ്പഗാൻഡ സിനിമകളുടെ കാര്യം. ഇവിടുത്തെ പ്രധാനമന്ത്രി രാജ്യം വലിയ വലിയ ചോദ്യങ്ങൾ ചോദിക്കുമ്പോഴും ഇവിടുത്തെ ആളുകൾ സോഷ്യൽ മീഡിയയിലല്ലാതെയും പ്രതിപക്ഷമൊക്കെ ചോദിക്കുമ്പോഴും അദ്ദേഹം അതിനൊന്നും മറുപടി പറയാറില്ല. പക്ഷേ അദ്ദേഹം പല ഘട്ടത്തിൽ പല ആളുകളോട് ഇങ്ങനെ സംവദിക്കും. അതിൽ സംവദിക്കുന്ന ഒരാൾ സിനിമാക്കാരാണ്. ശ്രദ്ധിച്ചിട്ടില്ലേ അദ്ദേഹത്തിൻ്റെ അക്ഷയകുമാർ പ്രത്യേകിച്ച്? കറക്റ്റ്. അപ്പോൾ ഇങ്ങനെ ആളുകളോട് അദ്ദേഹം സംവദിക്കും. ഇതിൻ്റെയൊക്കെ ഭാഗമായി തന്നെ വേണം നമ്മൾ മനസ്സിലാക്കാൻ അദ്ദേഹത്തിന് ഇത്തരം താല്പര്യങ്ങളും അദ്ദേഹത്തിന് ഇത്തരം കാഴ്ചകളുമുണ്ട് എന്ന് നമുക്ക് മനസ്സിലാവുന്നത്. ഇതിൻ്റെ ഭാഗമായി പല പല സിനിമകളും ഇന്ത്യയിൽ സംഭവിക്കപ്പെട്ടു ഈ കാലയളവിൽ ഉള്ളിൽ തന്നെ. അപ്പോൾ അത്തരം സിനിമകളിൽ തന്നെ ചില സിനിമകൾ ഹർഷനേട്ടൻ എടുത്ത് കാണിച്ചു. അതിൽ കശ്മീർ ഫയൽസ് ഉണ്ട്, ഈ കേരള ഫയൽസ് ഇതുണ്ട്, സ്വതന്ത്ര വീർ സാവർക്കർ ഉണ്ട്, പിന്നെ ആക്സിഡൻ്റൽ പ്രൈം മിനിസ്റ്റർ ഉണ്ട്, ഉറി ദി സർജിക്കൽ സ്ട്രൈക്ക്, എന്തിന് ദുരന്തർ അടക്കം ഇപ്പോൾ ഏറ്റവും ഒടുവിലത്തെ കാര്യമാണ്. അപ്പോൾ ഇത്തരം സിനിമകളിലൂടെ ഇപ്പം അഭിജിത്തിന് 30 വയസ്സ് പ്രായമാണുള്ളത്. ഇത്തരം സിനിമകളിലൊന്നും ഇൻസ്പയർഡ് ആയിട്ടല്ല അദ്ദേഹം ചില കാര്യങ്ങൾ ചെയ്യുന്നത് എന്ന് കേൾക്കുമ്പോൾ നമുക്ക് വലിയ സന്തോഷമാണ്. കാരണം സിനിമ ഒരു സമൂഹത്തെ സ്വാധീനിക്കുമോ എന്നുള്ളതിൽ ഇപ്പോഴും ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു സിനിമയായി കണ്ടാൽ പോരെ, അതിനെ ഒരു ക്രിയേറ്ററുടെ ആവിഷ്കാര സ്വാതന്ത്ര്യമാണ്, അഭിപ്രായ സ്വാതന്ത്ര്യമാണ്, ഈ നിലക്കൊക്കെ ഇപ്പോഴും ചർച്ചകൾ നടക്കുന്നുണ്ട്. അതിൽ ചർച്ചകളും മറുപടി പറയുകയും പിന്നെ മറുപടികളിൽ വീണ്ടും ചർച്ചകളും നടക്കുന്ന സമയമാണ്. അപ്പോഴാണ് ഈ അഭിജിത്ത് ദീപ്കെ വന്നിട്ട് പറയുന്നത് എന്നെ സ്വാധീനിച്ചിരിക്കുന്നത്, ഭീകരമായി സ്വാധീനിച്ചിരിക്കുന്നത് ഈ സിനിമയാണ്, ഇതിലെ ഇത്തരം അടിസ്ഥാനമായ ചില ആശയങ്ങളാണെന്നൊക്കെ. അപ്പോൾ ഉണ്ട് ഇത്തരം ഒരു സ്വാധീനം ഈ കലയ്ക്ക് ജനങ്ങൾക്ക് മേൽ അവരുടെ ജീവിതചര്യ രൂപീകരിക്കുന്നതിലും അല്ലാത്തതിലും അവരുടെ സാമൂഹ്യ വീക്ഷണത്തിലും അതിലൊക്കെ ഇത്തരം സ്വാധീനമുണ്ട് എന്നുള്ളതിൽ വലിയ തർക്കമൊന്നും എനിക്കും ഒരു കാലത്തും തോന്നിയിട്ടില്ല. ഉണ്ട്, കാഴ്ചകൾ നമ്മളെ സ്വാധീനിക്കും. അപ്പോൾ ഈ സിനിമകളിലെ കാഴ്ചകളോ ഈ സിനിമകളിൽ നിന്നുള്ള ടേക്ക് അവേ ഒന്നുമല്ല ഇവരെ നയിക്കുന്നത് എന്നുള്ളത് ഈ രാജ്യത്തിനിയും ചില ഭാവി ഉണ്ട് എന്ന് വീണ്ടും വീണ്ടും പ്രത്യാശിക്കാനുള്ള ഒരവസരമായിട്ടാണ് ഞാനിതിനെ കാണുന്നത്. കാരണം എന്നിട്ട് അതിൽ ഇൻസ്പയർഡ് ആയിട്ടാണ് രണ്ടാമത്തെ വിഷയത്തിലേക്ക് അവർ കടക്കുന്നത്. സ്കൂൾ ടീ കരോ എന്നുള്ളതാണല്ലോ അവരുടെ വീണ്ടും രണ്ടാമത്തെ ഒരു ക്യാമ്പയിനായി CJP മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതിലും നമുക്ക് നീതി ആയോഗിൻ്റെ ഈ 80ാം സ്വാതന്ത്ര്യ ദിനാഘോഷ വേളയിലൊക്കെ പല കണക്കുകളും പുറത്തു വന്നിട്ടുണ്ട്. അത് നീതി ആയോഗിൻ്റെയാണ്. അതിൽ തന്നെ പ്രധാനപ്പെട്ട കണക്കുകൾ 10 വർഷത്തിനിടെ 94,000 സ്കൂളുകൾ പൂട്ടി എന്നുള്ളതാണ്. നീതി ആയോഗിൻ്റെ കണക്ക് കേട്ടോ, നമ്മൾ വേറെ എവിടെ നിന്നും എടുക്കുന്നതല്ല. 11.07 ലക്ഷം സ്കൂളുകൾ ഉള്ളത് 10.13 ലക്ഷമായി കുറഞ്ഞു സ്കൂളുകൾ എന്നുള്ളതാണ്. 1.19 ലക്ഷം സ്കൂളുകളിൽ നിലവിൽ വൈദ്യുതി ഇല്ല. ഇത് നീതി ആയോഗമാണ്. 14,505 സ്കൂളുകളിൽ കുടിവെള്ളമില്ല. 98,000 സ്കൂളുകളിൽ ടോയ്ലറ്റുകളില്ല. 73% കുട്ടികളും ഹൈസ്കൂളിന് മുൻപ് പഠനം ഉപേക്ഷിക്കുന്നു തുടങ്ങി. അത് 2026 പാർലമെൻ്ററി കമ്മിറ്റി റിപ്പോർട്ട് പ്രകാരമാണ്. അപ്പോൾ ഇത്തരം ഗൗരവമായ വിഷയങ്ങൾ കാണുവാനുള്ള അത് അഡ്രസ്സ് ചെയ്യാനുള്ള ഒരു ഇൻസ്പിറേഷൻ എന്നുള്ളത് ഇത്തരം സിനിമകളാണെന്ന് പറയുമ്പോൾ തീർച്ചയായും സിനിമ എടുക്കുന്നവർക്കും ഇനിയായാലും നിങ്ങളൊരു സിനിമ എടുക്കുമ്പോൾ തീർച്ചയായും ആലോചിക്കേണ്ടത് നമ്മൾ എന്തെങ്കിലും ഒരു വാക്ക് പറയുമ്പോഴോ ഏതെങ്കിലും ഒരു സീനോ ഒക്കെ ആയിരിക്കാം വലിയ വലിയ മാറ്റങ്ങൾക്ക് വഴിവെക്കുന്നത് എന്ന് ആലോചിക്കണമെന്നാണ് എനിക്കും ഈ ഘട്ടത്തിൽ തോന്നുന്നത്. ഗ്രാമീണ ഇന്ത്യയുടെ നേർചിത്രം വിളിച്ചോതുന്നതും സാമൂഹിക ഉത്തരവാദിത്തത്തിന്റെ ആവശ്യകത വ്യക്തമാക്കുന്നതുമായ സിനിമയാണ് ഷാറുഖ് ഖാൻ നായകനായ സ്വദേശ് എന്ന ചിത്രം. 2004 പുറത്തിറങ്ങിയ ഈ സിനിമ വി ദി പീപ്പിൾ എന്ന ടാഗ് ലൈനോടെയായിരുന്നു പുറത്തിറങ്ങിയത്. നാസയിൽ പ്രൊജക്ട് മാനേജറായി ജോലി ചെയ്യുന്ന ഷാറുഖ് ഖാൻ അവതരിപ്പിച്ച മോഹൻ ഭാർഗവ എന്ന കഥാപാത്രം ഇന്ത്യയിലെത്തുന്നതും പിന്നീട് ഇന്ത്യൻ ഗ്രാമങ്ങളിലെ അടിസ്ഥാന പ്രശ്നങ്ങൾ മനസ്സിലാക്കി അത് പരിഹരിക്കാൻ ഇവിടെ തുടരാൻ തീരുമാനിക്കുന്നതുമാണ് സ്വദേശ് സിനിമയുടെ വൺ ലൈൻ. ജലവൈദ്യുത പദ്ധതി നടപ്പിലാക്കി ഗ്രാമത്തിൽ സ്ഥിരമായ വൈദ്യുതി ലഭ്യമാക്കുന്നത് ഉൾപ്പെടെ വലിയ സാമൂഹ്യ സേവനങ്ങളാണ് മോഹൻ ഭാർഗവ ചെയ്യുന്നത്. പിന്നീട് നാസയിലെ ജോലി ഉപേക്ഷിച്ച് ഇന്ത്യയിൽ തുടരാനും ഈ കഥാപാത്രം തീരുമാനിക്കുന്നുണ്ട്. തൻ്റെ ജീവിതവും ഈ സിനിമയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടിട്ടുണ്ടെന്നാണ് അഭിജിത്ത് ദീപ്കെ പറയുന്നത്. അമേരിക്കയിൽ ജോലി ചെയ്യുകയായിരുന്ന അഭിജിത്ത് ദീപ്കെ CJP സ്ഥാപിച്ച് ഇന്ത്യയിലെത്തിയ ശേഷമുള്ള ജീവിതം നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ ഓരോ ഗ്രാമങ്ങളിലെയും വിദ്യാലയങ്ങളും മറ്റും സന്ദർശിച്ച അടിസ്ഥാന സൗകര്യ വികസനത്തെക്കുറിച്ചും അഭിജിത്ത് ദീപ്കെ സംസാരിക്കുന്നുണ്ട്. എന്തായാലും സിനിമകൾ ഓരോ വ്യക്തികളുടെ ജീവിതത്തിലും ഏതൊക്കെ തരത്തിലാണ് സ്വാധീനിക്കപ്പെടുന്നത് എന്നതിൻ്റെ ഉദാഹരണമാണ്
അഭിജിത്ത് ദീപ്കയുടെ ഈ വെളിപ്പെടുത്തൽ. കൂടാതെ ആളുകളെ സിനിമ സ്വാധീനിക്കുന്നു എന്നത് പ്രൊപ്പഗാൻഡ സിനിമകളുടെ നിർമ്മിതികളിലേക്കും എത്തുന്നുണ്ട് എന്ന വസ്തുത മറക്കരുത് എന്ന് മാത്രം ഓർമ്മിപ്പിക്കുന്നു. ഒരിടവേള.